കേരളയിൽ വരും കേട്ടോ, അതിന് യാതൊരു സംശയമില്ല. അതിവിടെ വരിക തന്നെ ചെയ്യും. നമസ്കാരം. മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ ശ്രദ്ധേയമായ ഒരു പ്രസ്താവനയായിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളം കേട്ടുകൊണ്ടിരുന്നത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് പിണറായി വിജയൻ അത്തരത്തിൽ ഒരു പ്രസ്താവന ഇറക്കിയതും അങ്ങനെ ഒരു പദ്ധതി കേരളത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചതും എന്നാണ് ഓർമ്മ. പറഞ്ഞു വരുന്നത് സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ചാണ്. കാസർഗോഡ് മുതൽ ഏതാണ്ട് കന്യാകുമാരി വരെ നീളുന്ന അതിവേഗ റെയിൽവേ പാത കെ റെയിൽ പദ്ധതി. CPM സംസ്ഥാന സെക്രട്ടറിയായ MP ഗോവിന്ദന്റെ അഭിപ്രായ പ്രകാരം ഷൊർണൂരിൽ നിന്നും ഒരു കുടുംബശ്രീ പ്രവർത്തകയായ വീട്ടമ്മ 2 കൊട്ട അപ്പവുമായി കൊച്ചിയിൽ വന്ന് അപ്പം വിറ്റ് ഉച്ചയ്ക്ക് മുൻപ് തിരിച്ച് അവരുടെ വീട്ടിലെത്തി ഊണ് കഴിക്കാൻ സാധിക്കുന്ന അത്ര തരത്തിൽ വേഗതയിൽ ഓടുന്ന സിൽവർ ലൈൻ. അപ്പോൾ അപ്പം വിൽക്കാൻ വേണ്ടി കുടുംബശ്രീ യൂണിറ്റിലുള്ള അമ്മ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ വരുമ്പോൾ തന്നെ ഒരു വണ്ടി അങ്ങ് പോയി പൊക്കോട്ടെ, സാരമില്ല, 10 മിനിറ്റിനുള്ളിൽ അടുത്ത വണ്ടി വരും, ആ വണ്ടിയിൽ റിസർവേഷനൊന്നുമില്ല, കയറിയിരിക്കാം, 10-15 മിനിറ്റ് കൊണ്ട് വണ്ടി കൊച്ചിയിലെത്തും. കൊച്ചിയിലെത്തി അപ്പം ചൂടാറുന്നതിന് മുമ്പ് വിറ്റ് കുടുംബശ്രീ യൂണിറ്റിലെ അമ്മമാർക്ക് ഷൊർണൂരിൽ തിരിച്ചെത്തി ഉച്ചയ്ക്ക് മുമ്പ് അവരുടെ വീട്ടിൽ ഊണ് കഴിക്കാം എന്നാണ് MP ഗോവിന്ദൻ പറഞ്ഞത്. അത്രത്തോളം ഫാസ്റ്റായി അല്ലെങ്കിൽ അതിവേഗ റെയിൽവേ ഒരു പാത പദ്ധതി. ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയാണ് ഇതിന് മുഖ്യമന്ത്രി വിഭാവനം ചെയ്തിരുന്നത്. കൃത്യമായ ഒരു DPR തയ്യാറാക്കാതെ, പാരിസ്ഥിതിക പഠനങ്ങളൊന്നും നടത്താതെ അശാസ്ത്രീയമായ ഒരു പദ്ധതി തന്നെയായിരുന്നു കേരയിൽ പദ്ധതി. ആലപ്പുഴയിലും കീഴ്മാടിലും എന്നുവേണ്ട സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ പാവപ്പെട്ടവരുടെ ചെറ്റക്കുടിലിന്റെ അടുക്കള പോലും പൊളിച്ചാണ് കേരളിന് സ്ഥലം നിർണയിച്ച് മഞ്ഞക്കുറ്റി നാട്ടിയത് എന്നുള്ളത് കേരളത്തിൽ ഏറെ പ്രതിഷേധങ്ങൾക്കും പ്രകടനങ്ങൾക്കുമെല്ലാം വഴിവെച്ച കാര്യം തന്നെയാണ്. അപ്പോഴും അചഞ്ചലനായി മുഖ്യമന്ത്രി നിലകൊണ്ടു. അദ്ദേഹം പറഞ്ഞു, കേരളയിൽ വരും കേട്ടോ, അതിനൊരു സംശയം വേണ്ട എന്ന്. എന്നാൽ കൃത്യമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇതിൽ ഉണ്ടാകും എന്ന് ഒരു പരിധിവരെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ അനുകൂലിക്കുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വരെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഉപദേശകന്മാർക്ക് നിർദ്ദേശം കൊടുത്തിട്ട് പോലും കേരയിൽ പദ്ധതിയിൽ നിന്നും പിന്മാറാൻ മുഖ്യമന്ത്രിയോ ഇടതുപക്ഷ സർക്കാരോ തയ്യാറായിരുന്നില്ല. എത്രയെത്ര കുടിലുകളുടെ അടുക്കളകൾ അല്ലെങ്കിൽ അവരുടെ കിടപ്പുമുറികൾ പൊളിച്ചിട്ടാണ് കേരയിൽ വരുന്നതിന് വേണ്ടി കൃത്യമായ പദ്ധതി നിർണയം റൂട്ട് നിശ്ചയിച്ചതും അവിടെ മഞ്ഞക്കുറ്റി നാട്ടിപ്പോയതും. പല ആളുകളും ഇതിന്റെ പേരിൽ ആത്മഹത്യയുടെ വക്കുകളിലേക്ക് വരെ എത്തി. പലരും പല കാരണങ്ങളാൽ ജീവൻ ഒടുക്കി എന്നൊക്കെയാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. അതിന്റെ കണക്കുകളൊന്നും എന്തായാലും കൃത്യമായി ഈ സമയത്ത് പറയുന്നില്ല. എന്തായാലും കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടെടുത്ത ഒരു സംഭവം തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഒരു തീരുമാനമായിരുന്നു മുഖ്യമന്ത്രിയുടെ കേരയിൽ പദ്ധതി. 2018 മഹാപ്രളയം ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ആ പ്രളയത്തിന്റെ ഭീകര ദൃശ്യങ്ങൾ ഇപ്പോഴും ഉള്ളിലുണ്ടാകും. കേവലം ഒരു ഡാം തുറന്നുവിട്ടു, മഴ അതിശക്തമായി പെയ്തു, വൃഷ്ടിപ്രദേശങ്ങളിലെല്ലാം ഡാം നിറഞ്ഞൊഴുകി കഴിഞ്ഞപ്പോൾ ഡാം തുറന്നുവിട്ടതിന്റെ പേരിൽ കേരളത്തിൽ ഒരു പ്രളയമുണ്ടായി. അത് കൃത്രിമ പ്രളയം സൃഷ്ടിച്ചതാണ് എന്നൊരു വശം കൂടിയുണ്ട്. അത് മാറ്റിവെച്ചാൽ പോലും അങ്ങനെ 41 ഡാമുകൾ തുറന്നു വിട്ടു കഴിഞ്ഞപ്പോൾ കേരളത്തിൽ പ്രളയം ഉണ്ടായി എങ്കിൽ കേരളത്തെ കൃത്യം 2ആയി വെട്ടിമുറിച്ചുകൊണ്ട് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ നീളുന്ന, അതായത് പൂർവ്വ ജർമ്മനിയെയും പശ്ചിമ ജർമ്മനിയെയും വേർതിരിക്കുന്ന രീതിയിൽ ഒരു മതിൽ വന്നു എന്ന് പറഞ്ഞതുപോലെ കേരളത്തെ 2ആയി വെട്ടിമുറിച്ചുകൊണ്ട് ഒരു കൂറ്റൻ മതില് പടുത്തുയർത്തുക, അതിന്റെ മുകളിൽ കേരയിൽ പദ്ധതി വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അത് കേരളത്തെ വെട്ടിമുറിക്കുന്ന പദ്ധതി തന്നെയാകും. ചെറിയൊരു മഴ പെയ്താൽ പോലും കേരളത്തിൽ 2018 വലിയൊരു പ്രളയം സൃഷ്ടിക്കത്തക്ക രീതിയിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളായിരിക്കും അതിലൂടെ ഉണ്ടാകാൻ പോകുന്നത് എന്ന് പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാരെല്ലാവരും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. എന്നിട്ടും മുഖ്യമന്ത്രി അതിൽ നിന്ന് പിന്മാറിയില്ല. വികസനമാണ്, പുരോഗമനമാണ് ലക്ഷ്യം എന്നാണ് പറഞ്ഞത്. എന്നാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇങ്ങനെ കേരളത്തിന് മതിൽ കെട്ടി, അതായത് ചുരുങ്ങിയത് ഒരു 15 അടി പൊക്കത്തിലെങ്കിൽ മതിൽ കെട്ടണമെന്നുണ്ടെങ്കിൽ സഖ്യപർവ്വതം മുഴുവൻ ഇടിച്ചു നിരത്തിയാലേ അതിനുള്ള കല്ലും മണ്ണും കിട്ടുകയുള്ളൂ എന്നാണ് പരിസ്ഥിതി വിഭാഗത്തിലുള്ള ആളുകൾ എല്ലാവരും ചൂണ്ടിക്കാണിച്ചത്. പരിസ്ഥിതി ശാസ്ത്രകാരന്മാരും ഇത് തന്നെയാണ് പറഞ്ഞത്. അക്ഷരാർത്ഥത്തിൽ കേരളത്തെ തുരങ്കം വയ്ക്കുന്ന പരിപാടി തന്നെയായിരിക്കും അത്. തന്നെയുമല്ല, ഈ 1 ലക്ഷം കോടി എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ തന്നെ 6 ലക്ഷം കോടി രൂപയുടെ ബാധ്യതയിലേക്കാണ് കേരളം കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ 10 വർഷക്കാലത്തെ ഭരണം. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ EMS നമ്പൂതിരിപ്പാട് മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള സർക്കാരിന്റെ കാലത്ത് 1,60,000 കോടി രൂപ മാത്രമായിരുന്നു കടം എന്ന് പറയുമ്പോൾ, പിണറായി വിജയൻ സർക്കാർ ഇപ്പോൾ ഭരണമൊഴിയുമ്പോൾ 6 ലക്ഷം കോടി രൂപയാണ്
കേരളത്തിന്റെ പൊതുകടം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ എങ്ങനെയാണ് 1 ലക്ഷം കോടി കണ്ടെത്തി കേരളയിൽ പൂർത്തിയാക്കുക എന്നുള്ളൊരു ചോദ്യം കൂടി സാമ്പത്തിക വിദഗ്ധന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇനിയിപ്പോൾ 1 ലക്ഷം കോടി കണ്ടെത്തിയാൽ പോലും കേരളത്തെ വെട്ടിമുറിച്ചുകൊണ്ട് കേരളത്തിൽ വലിയ പാരിസ്ഥിതിക ആഘാതങ്ങൾ ഉണ്ടാക്കുന്ന കേരളയിൽ ഒരു കാരണവശാലും അനുവദിക്കത്തക്കതല്ല എന്ന് ശാസ്ത്രകാരന്മാരെല്ലാവരും ചൂണ്ടിക്കാണിച്ചിട്ട് പിണറായി വിജയൻ താനെടുത്ത നിലപാടിൽ ഉറച്ചു നിന്നു. മഞ്ഞക്കുറ്റികൾ എല്ലാ വീടിന്റെയും അടുക്കളയിലും ഉമ്മറത്തുമായി നാട്ടിക്കൊണ്ട് മുന്നേറുകയായിരുന്നു. എന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ രൂപീകരിച്ച് മന്ത്രിസഭയുടെ 2ാം ദിവസം തന്നെ മന്ത്രിസഭാ യോഗത്തിൽ അദ്ദേഹം സ്തുത്യർഹമായ പല തീരുമാനങ്ങളും എടുത്തു. അതിൽ ആദ്യത്തേത് കേരയിൽ പദ്ധതി റദ്ദാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. കേരളിന് വേണ്ടി കണ്ടെത്തിയ സ്ഥലങ്ങൾ അതെല്ലാം മോചിപ്പിച്ചുകൊണ്ട് ആ ഒരു പദ്ധതിക്ക് വേണ്ടി ഏറ്റെടുത്ത എല്ലാ ഭൂമിയും സർക്കാർ വിട്ടു നൽകുന്നു. കേരയിൽ പദ്ധതിയോടനുബന്ധിച്ച് കേരളയിൽ വിരുദ്ധ സമരസമിതിയുടെ പേരിലെടുത്ത എല്ലാ കേസുകളും സർക്കാർ ഇല്ലായ്മ ചെയ്യുന്നു എന്ന് തന്നെയാണ് വി.ഡി. സതീശൻ സ്തുത്യർഹമായ ഒരു ഉത്തരവിലൂടെ കേരളത്തെ അറിയിച്ചത്. അതായത് 2 വട്ടം 10 വർഷം കേരളം ഭരിച്ച പിണറായി വിജയൻ കേരളത്തെ എങ്ങനെയാണോ വെട്ടിമുറിച്ചുകൊണ്ട് കേരളയിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ഒരുങ്ങിയത്, തികച്ചും ജനങ്ങളെയും കേരളത്തെയും വെള്ളത്തിലാക്കുന്ന അവതാളത്തിലാക്കുന്ന കേരളത്തിന് തുരങ്കം വയ്ക്കുന്ന അശാസ്ത്രീയമായ ഈ പദ്ധതി ഉപേക്ഷിക്കുന്നതായി കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വിജ്ഞാപനമിറക്കുമ്പോൾ കേരളിന്റെ പേരിൽ ഉമ്മറം നഷ്ടപ്പെട്ട 2 സെന്റ് ഭൂമി 3 സെന്റ് ഭൂമിയിൽ ഒരു ഉമ്മറം അല്ലെങ്കിൽ ഒരു ചെറ്റക്കുടിൽ കുത്തിക്കെട്ടി അതിൽ കിടന്നുറങ്ങിയിരുന്ന മനുഷ്യരുടെ അടുക്കള പോലും പൊളിച്ച് മഞ്ഞക്കുറ്റി നാട്ടിയിരുന്ന ആളുകളുടെ നെഞ്ചിലായിരുന്നു പിണറായി വിജയൻ വികസനത്തിന്റെ പേരും പറഞ്ഞ് മഞ്ഞക്കുറ്റി അടിച്ചിറക്കിയത്. ആ മഞ്ഞക്കുറ്റികളെല്ലാം പിഴുതെറിയുന്നു. വി.ഡി. സതീശന്റെ മന്ത്രിസഭയുടെ പുതിയ തീരുമാനം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചെറുതല്ലാത്ത തരത്തിലുള്ള ഒരു ആശ്വാസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കേരളിനേക്കാൾ വലിയ രീതിയിലുള്ള തീവ്രതയിലുള്ള അല്ലെങ്കിൽ വേഗതയിലുള്ള ഒരു സന്തോഷത്തിന്റെ തിരയാണ് വി.ഡി. സതീശൻ ഇപ്പോൾ കേരളയിൽ പദ്ധതി ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്നത്. ആ സന്തോഷവും സമാധാനവും ഇനി തകരാതിരിക്കട്ടെ. കേരളത്തിന് കൃത്യമായ ദിശാബോധമുള്ള വികസന പദ്ധതികൾ ആവശ്യമാണ്. പുരോഗമനോന്മുഖമായ പദ്ധതികൾ ആവശ്യമാണ്. പാരിസ്ഥിതിക ആഘാത പഠനങ്ങൾ നടത്തി കേരളത്തിന്റെ പരിസ്ഥിതിക്കും മനുഷ്യജീവനും ഒരു തരത്തിലും വിഘാതമുണ്ടാക്കാൻ സാധ്യതയില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് നമുക്ക് ആവശ്യം. നമുക്ക് നമ്മുടെ പരിസ്ഥിതിയെയും കാലാവസ്ഥയെയും അന്തരീക്ഷത്തെയും എല്ലാം സംരക്ഷിച്ചുകൊണ്ട് വേണം പുതിയ പുതിയ വികസനങ്ങളും പുരോഗമനങ്ങളും വരാൻ. അതിനുവേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങൾ തികച്ചും ശാസ്ത്രീയമായ വികസനങ്ങളായിരിക്കണം. ഈ ശാസ്ത്രീയ വികസനങ്ങൾ വരുമ്പോൾ മനുഷ്യന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെങ്കിൽ മനുഷ്യന്റെ ഈ ഭൂമിയുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അവഗണിച്ചുകൊണ്ടായിരിക്കരുത്. പരിസ്ഥിതിക്കും അന്തരീക്ഷത്തിനും എല്ലാം ചേരുന്ന തരത്തിലുള്ള വികസനം കൊണ്ടുവരാൻ ഇനിയുള്ള സർക്കാരിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കാം. എന്തായാലും കേരയിൽ പദ്ധതി റദ്ദ് ചെയ്ത പുതിയ സർക്കാരിന് ജനങ്ങൾ തന്നെയാണ് ഇപ്പോൾ അഭിവാദ്യം അർപ്പിക്കുന്നത്.